അതെ, നിങ്ങളെ ഞാൻ എന്തിനാ ഇവിടെ വിളിച്ചിരിക്കുന്നത്? തല്ലുകൂടാനല്ല. ഞാൻ ചോദിക്കുന്ന ഒറ്റ ചോദ്യമാണ്. എനിക്ക് ഈ മാവിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒഴിക്കാൻ പറ്റുമോ എന്നൊരു ഡൗട്ട് വന്നു. അപ്പൊ നിങ്ങളോട് ചോദിച്ചിട്ട് ഒഴിക്കാന്ന് കരുതിയിട്ടാ. ഈ പാത്രത്തിലെ ഫുൾ മാവ് ഈ പാത്രത്തിൽ കൊള്ളുവോ എന്നുള്ളത്. അക്കു എന്താ പറയണേ? അജു എന്താ പറയണേ? പൊട്ടത്തിന്റെ വീതി നോക്ക്. അക്കു കള്ളത്തരം പറയും. അമ്മന്റെ കുട്ടിക്ക് എന്താ തോന്നുന്നത്? ഇത് വലിയതാ? ഇതിൽ കൊള്ളൂല അപ്പൊ ഈ മാവ്? പരന്ന് കിടക്കണ ആരേത്? എന്നാ നമുക്കത് നോക്കാം. അക്കു ഇനിയിപ്പോ കൊള്ളുന്ന് പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് നോക്കാം. ഇത് ഇതിലേക്ക് ഒഴിക്കാൻ പഠിപ്പിച്ചല്ല. അക്കു എന്തോ ഞാൻ ഇങ്ങനെ വന്ന് പറഞ്ഞപ്പോ അക്കുവിന്റെ ഒരു മൈൻഡ് പറഞ്ഞതല്ലേ. ഇവിടെ താരം പറഞ്ഞതാ. എന്താ പറഞ്ഞ? എല്ലാരും കള്ളത്തരം പറയാം. നമുക്കതൊന്ന് നോക്കണല്ലോ. എല്ലാരും അമ്മേനെ പറ്റിക്കുകയാണോ? ഞാൻ ഒഴിക്കാം. എല്ലാരും അമ്മേനെ പറ്റിക്കുകയാണോ? കൊള്ളുന്നാണ് ഞാൻ പറയണത്. എന്നാ ഒഴിക്കും. അമ്മേ, അത് കളഞ്ഞ അക്കുവിന്റെ തലയിൽ കൂടെ ഞാൻ ഒഴിക്കും. സോറി, അജുവിന്റെ പാത്രം പിടിക്കാനാ ഞാൻ പറയുന്നത്. അത് മൊത്തം അതില് നിറയുന്നു. എന്ത് തരും? നീ ഒഴിക്കി. ഒഴിക്കു. കട്ട് ചെയ്യണില്ല കേട്ടോ ഞാൻ വീഡിയോ. മോള് പേടിക്കണ്ട. നന്ദ നോക്ക്. ഇല്ല, നിറഞ്ഞില്ല. വിട്. ഇതെന്താ അറിയോ? ഇപ്പൊ മനസ്സിലായില്ലേ? എന്താ കുട്ടൻസ് പറ. കുറച്ചുകൂടെ നിലത്ത് പോയി. ഇവിടെ കുറച്ച് നിലത്ത് പോയത്. ഇത്രയാണ് നിലത്ത് പോയത്. എന്തോട്ടാ നിറഞ്ഞത്? അത്രയല്ലേ നിറഞ്ഞുള്ളൂ. ഫിസിക്സ് പഠിക്കണേ. ഫിസിക്സ് പഠിക്കും. കണ്ടതെന്താ? അപ്പൊ ഇങ്ങനെ പാത്രം വലുതാണെന്ന് തോന്നിയാലും അതിൽ നിറയും കേട്ടോ. ഓക്ക് പിന്നെ ബുദ്ധിയില്ലേ. അപ്പൊ ഇത് ഞാൻ ഇങ്ങനെ എടുക്കാൻ കാരണം എന്താ അറിയോ? ഞാൻ ഈ വീഡിയോയില് പൊട്ടുച്ചേ രണ്ടും പരന്നതാണ്. അതാണ് വണ്ടുച്ചേ. ഞാനുണ്ടല്ലോ ഇതെന്താ അങ്ങനെ ഞാൻ ചോദിക്കാൻ കാരണം എന്നറിയോ? ഞാൻ ഈ പാത്രത്തിൽ അരച്ചു വെച്ച മാവ് ഞാൻ കരുതി അയ്യോ ഇതിൽ നിറഞ്ഞു നിൽക്കുന്നു. അപ്പൊ ഇതിലേക്ക് ഒഴിക്കുകയാണെങ്കിൽ കുറച്ച് പരത്തി എനിക്ക് ഇളക്കാലോ എന്ന് കരുതിയാൽ. അല്ലാതെ അപ്പൊ നിങ്ങളും മണ്ടന്മാരാണോ നോക്കിയതാ ഞാൻ. മതി ഇനി അമ്മ തിരിച്ചൊഴിക്കട്ടെ. ഇതാണ് ഞങ്ങളെ നാട്ടിൽ നീർദോശ എന്ന് പറയുന്ന ദോശ. എല്ലാവർക്കും പരിചയമുണ്ടോയെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. അത് ഞങ്ങളവിടെ ഈസി ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ആയതുകൊണ്ട് ഇതന്നെയാണ് മിക്കവാറും ചായക്ക് കടി. കാരണം അരി രാവിലെ കുതിർത്തി വെച്ചാൽ, പച്ചരി കുതിർത്തി വെച്ചാൽ അരയ്ക്കുക രാവിലെ ഈസി ആയിട്ട് കുറച്ച് നീട്ടി അരച്ച് അങ്ങോട്ട് ചുട്ടാൽ മതി. നല്ല ടേസ്റ്റുമാണ്. കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങളിതിനെ പറയുന്ന പേര് കലക്കിപ്പാരൽ എന്നാട്ടോ. അത് അങ്ങനെയാണോ പറയുകയെന്ന് എനിക്കറിയില്ല. നീർദോശ എന്ന് പറയുന്നവരും ഉണ്ട്. ഞങ്ങളുടെ നാട്ടിൽ ഇതിന് കലക്കിപ്പാരൽ എന്നാണ് പറയാം. എല്ലാവർക്കും ഇഷ്ടമുള്ള ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ദോശയാണത്. ഇങ്ങനെ ഇരിക്കും. നന്ദക്കുട്ടിക്ക് ഈ ദോശ ഇഷ്ടമാണോ? നന്ദക്കുട്ടി അതിന് പഞ്ചസാരയൊക്കെ കൂട്ടാറുണ്ട് കേട്ടോ. പക്ഷെ ഇപ്പം പഞ്ചസാര ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല. അത് വെറുതെ തിന്നാനും ഇഷ്ടമല്ലേ. കറി ആവുന്നേ ഉള്ളൂ കേട്ടോ. കറി ആയി കഴിഞ്ഞാൽ ഞാൻ വേറെ കൊടുക്കും. ഇതിപ്പോൾ ചുട്ട പാടെ നന്ദക്കുട്ടിക്ക് ഒന്ന് കൊടുത്തതാണ്. ഇഷ്ടമാണോ ഈ സാധനം?